ഡിയർ വ്യൂവേഴ്സ്, ഇന്ന് എനിക്ക് നിങ്ങളോട് നല്ലൊരു കമ്പനീനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കമ്പനിയാണ് JSW ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ്. ആ കമ്പനീൻ്റെ പേര് JSW ഇൻഫ്ര എന്നാണ് ആ കമ്പനിയുടെ പേര്. JSW ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്, JSW എന്ന് വെച്ചാൽ ഒരു 24 ബില്യൺ ഗ്രൂപ്പാണ്. $24 ബില്യൻ്റെ ഗ്രൂപ്പാണ് JSW. ഇന്ത്യയിലെ ഒരു ഫസ്റ്റ് റാങ്ക്ഡ് അമോങ് ദ ഇന്ത്യസ് ലീഡിങ് ബിസിനസ് ഹൗസാണ് ഈ JSW ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പ്രൊമോട്ടർ എന്ന് വെച്ചാൽ സജൻ ജിൻഡാൾ എന്ന് പറഞ്ഞ ഒരു ആളാണ്. ഈസ് എ ബില്യണർ ചെയർമാൻ ഓഫ് JSW ഗ്രൂപ്പിൻ്റെ. ഇന്ന് ഞാൻ JSW ഇൻഫ്രനെ കുറിച്ച് പറയാനുള്ള കാരണം, JSW ഇൻഫ്ര ഞാൻ കണ്ട ഒരു കമ്പനി ഈസ് ഷോയിങ് ട്രമൻഡസ് ഗ്രോത്ത്. കാരണം JSW ഇൻഫ്രൻ്റെ റവന്യൂസ് എടുക്കാന്ന് വെച്ചാൽ, ഞാനത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ കൊല്ലം അത് ലിസ്റ്റ് ചെയ്തു. 2023 ലിസ്റ്റ് ചെയ്ത്. അത് ലിസ്റ്റിംഗ് അറൗണ്ട് 160 റുപ്പീസ് ആയിരുന്നു. അതിൻ്റെ 156-160 റുപ്പീസിൻ്റെ അടുത്തായിരുന്നു അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രൈസ്. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ റവന്യൂസ് നോക്കുന്ന സമയത്ത് അതിൻ്റെ റവന്യൂ ഗ്രോത്ത് വളരെ ഹൈ കാണിക്കുന്ന ഒരു കമ്പനിയാണ്. കാരണം റവന്യൂ കാണിക്കുന്നത് ഇപ്പം 2022 കാണിച്ചത് 22,730 crores മുകളിൽ കാണിച്ചത്. ഇപ്പോൾ കാണിക്കുന്നത് 31,947 അബവ് കാണിക്കുന്ന കോഴ്സ്. ഈ ലാസ്റ്റ് 2024 കാണിക്കുന്നത് 37 crores 628 അതിൻ്റെ മുകളിൽ കാണിക്കുന്നു. സോ ട്രെയിലിംഗ് 12 months എടുക്കുക വെച്ചാൽ 37 crores 628 പോലെ കാണിക്കുന്ന അതിൻ്റെ കമ്പനിയുടെ റവന്യൂ. ടോട്ടൽ റവന്യൂ. അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് കാണിക്കുന്നത് ഈസ് എ ഹൈ ഗ്രോത്ത് പ്രോഫിറ്റ് കാണിക്കുന്ന ഒരു കമ്പനിയാണ്. ഓപ്പറേറ്റിംഗ് ഇൻകം വളരെ ഹൈ ആണ് അതിൻ്റെ കാണിക്കുന്നത്. സോ കമ്പനീൻ്റെ പെർഫോമൻസ് എനിക്ക് എൻ്റെ പ്രതിപാദിച്ചത് വളരെ നല്ലൊരു പെർഫോമൻസാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ ലിസ്റ്റിംഗ് പ്രൈസ് എനിക്കൊന്ന് 156 വന്ന സ്റ്റോക്സ്. കമ്പനീൻ്റെ ലിസ്റ്റിംഗ് പ്രൈസ് ഓൾമോസ്റ്റ് 353 റുപ്യയായി. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എത്ര % റിട്ടേൺസ് അതിനകത്ത് കിട്ടിക്കഴിഞ്ഞു. 353 റുപ്യെന്ന് ആ കമ്പനി നല്ല റിട്ടേൺ കൊടുത്തൊരു കമ്പനിയാണ്. പിന്നെ JSW ഇൻഫ്രനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, JSW പല ബിസിനസ് ആക്ടിവിറ്റി ഉള്ളൊരു കമ്പനിയാണ്. അത് JSW ഇൻഫ്ര എന്ന് വെച്ചാൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കമ്പനി. ഇറ്റ്സ് ഓപ്പറേറ്റ് കമേഴ്സ്യൽ പോർട്ട് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. കമ്പനി പറയുന്നത് അത് ഡെവലപ്പിംഗ്, ഓപ്പറേറ്റിംഗ്, മെയിൻറ്റെയിനിങ് പോർട്ട് സർവീസസ്, പോർട്ട് റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് മാരിടൈം റിലേറ്റഡ് സർവീസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത്, ഇൻക്ലൂഡിങ് കാർഗോ ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ്, ലോജിസ്റ്റിക്സ് ആൻഡ് അതർ വാല്യൂ ആഡഡ് സർവീസസ്. ഇറ്റ് ഓൾസോ ഓപ്പറേറ്റ്സ് ആൻഡ് മാനേജസ് പോർട്ട്സ് ആൻഡ് പോർട്ട് ടെർമിനൽസ്. ഒരു അഡാനി പോർട്ടിൻ്റെ ആ ഒരു ബിസിനസ് മോഡലാണ് ഇവർക്കുള്ളത്. അത് ഈ JSW ഇൻഫ്ര എന്ന് വെച്ചാൽ ഈ JSW ഗ്രൂപ്പിൻ്റെ ഒരു പാർട്ടാണ്. അത് സെക്കൻഡ് ലാർജസ്റ്റ് കമേഴ്സ്യൽ പോർട്ട് ഓപ്പറേറ്റർ ഇൻ ഇന്ത്യ ഇൻ ടേംസ് ഓഫ് കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. പിന്നെ കമ്പനി 2 പോർട്ട് ടെർമിനലോ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പ്രസൻസ് ഇൻ വാരിയസ് സെക്ടേഴ്സ്. ഇത് നോക്കുക വെച്ചാൽ സ്റ്റീൽ, എനർജി, ഇൻഫ്രാസ്ട്രക്ചർ, സിമെൻറ്റ്, പെയിൻറ്റ്, എല്ലാ ഏരിയയിലും ഇതിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇതിൻ്റെ വർക്ക് ഫോഴ്സ് നോക്കുക, ഇന്ത്യ, USA, യൂറോപ്പ്, ആഫ്രിക്കയിലൊക്കെ ഉണ്ട്. 40,000 ആൾക്കാരെ എംപ്ലോയ് ചെയ്തൊരു കമ്പനിയാണ്. ഇപ്പോഴും അതൊരു ന്യൂസ് എന്ന് വെച്ചാൽ, അത് JSW ഇൻഫ്ര നവ്കർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ മെജോറിറ്റി സ്റ്റേക്ക് ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ സ്റ്റോക്ക് 52 വീക്ക് ഹൈയിലുള്ളത്. 2023 അതിൻ്റെ IPO വന്നത്. IPO 2,800 കോടിൻ്റെ IPO ആയിരുന്നു 2023 ഉണ്ടായത്. സോ ഇതിപ്പം JSW ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ അത് ഈ പുതിയൊരു ഈ നവ്കർ കോർപ്പറേഷൻ വാങ്ങുന്നതോടുകൂടി ഒരു സ്റ്റെപ്പ് ടുവേർഡ് എസ്റ്റാബ്ലിഷിങ് ഒരു കോംപ്രിഹെൻസീവ് ലോജിസ്റ്റിക് ആൻഡ് കാർഗോ ഹാൻഡ്ലിംഗ് സൊല്യൂഷൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. സോ ഇതൊരു നല്ലൊരു കമ്പനിയാണ്. നിങ്ങൾക്ക് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരു കമ്പനിയാണിത്. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള പാരാമീറ്റേഴ്സ് നോക്കുകയെന്ന് വെച്ചാൽ, JSWനെ ഞാൻ പറയുകയെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ അതിൻ്റെ 74,240 crores ആണ് കാണുന്നത്. സ്റ്റോക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ് JSW ഇൻഫ്ര. യു ഡോണ്ട് ഗെറ്റ് ഇപ്പോൾ ഈ ബുൾ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരിക്കലും
ചീപ്പർ സ്റ്റോക്സ് വാല്യൂ കിട്ടാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അത് വളരെ ബുദ്ധിമുട്ടാണ് ഇനി അങ്ങോട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇത് JSW 359 എന്നാണ് എൻ്റെ 52 ഹൈ പോയിട്ടുള്ളത്. സ്റ്റോക്ക് പി 64 കാണുന്നത്, ഇൻഡസ്ട്രി പി 35 കാണുന്നത്. പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുക വെച്ചാൽ അത് ഓൾമോസ്റ്റ് 9.24, ഓൾമോസ്റ്റ് 9 times. മാർക്കറ്റ് ക്യാപ് ടു സെയിൽ നോക്കുക 19.7. ഈ ഏരിയയിൽ നോക്കുക വെച്ചാൽ കുറച്ചൊരു വാല്യൂഷൻ എൻ്റെ അഭിപ്രായത്തിൽ കൂടുതലാണ് സ്റ്റോക്കിന്. പക്ഷേ ആ സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങിച്ച് കുറച്ച് കാലം ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഐ മീൻ ദാറ്റ് rather than buying a single time, you can average സ്റ്റോക്ക് കുറച്ചായിട്ട് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു പ്രൈസാണിത്. പിന്നെ കമ്പനീൻ്റെ ക്യാഷ് ഫ്ലോ നോക്കുക വെച്ചാൽ they have enough cash flow. Cash flow 1800 കോടിന് മുകളിൽ കാണുന്നുണ്ട്. ഫ്രീ ക്യാഷ് ഫ്ലോ 3752 crores-ൻ്റെ എബവ് കാണുന്നുണ്ട്. കറണ്ട് അസറ്റ് നോക്കുക വെച്ചാൽ അതിൻ്റെ കമ്പനീൻ്റെ 5388 crores അസറ്റും ലയബിലിറ്റി 728 ഉള്ളൂ. ദാറ്റ് ഈസ് വെരി കംഫർട്ടബിൾ. പക്ഷേ ഈ JSW സ്റ്റീൽ ഞാൻ എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ അത് സ്റ്റോക്ക് ഈസ് ട്രേഡിങ് അബൌട്ട് 200 DMA 50 DMA മുകളിലാണ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള സ്റ്റോക്കിന് മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് അങ്ങനെയുള്ള സ്റ്റോക്കിനുള്ള മൂവ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇവർക്കുള്ള കോമ്പറ്റീറ്റർ എന്ന് വെച്ചാൽ അഡാനി പോർട്ടാണ്, പിന്നെ ഗുജറാത്ത് പിപ്പ പോർട്ടാണുള്ളത്. സോ ഇതിൽ മൂന്നിൻ്റെയും നോക്കുക വെച്ചാൽ ഇത് JSW പോർട്ടിൻ്റെ വാല്യൂഷൻ കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നു. അഡാനിൻ്റെ പി കാണുന്നത് 35 കാണുന്നത്, JSW കാണുന്നത് 64 പി കാണുന്നത്, ഗുജറാത്ത് പിപ്പ പോർട്ടിന് 27 കാണുന്നത്. പക്ഷേ JSW ഇൻഫ്രണ്ട് പ്രോഫിറ്റബിലിറ്റി ഗ്രോത്ത് 55% കാണുന്നുണ്ട്. അഡാനിനെക്കാട്ടും കൂടുതൽ പ്രോഫിറ്റബിലിറ്റിയും ഗ്രോത്തും കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണിത്. സോ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു സ്റ്റോക്കിൽ വാങ്ങിച്ച് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ മൂവ്മെൻറ്റ് നല്ല മൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. സോ ഐ സ്ട്രോങ്ലി ഡു നോട്ട് റെക്കമെൻഡ് ടു ബൈ അറ്റ് ദിസ് പ്രൈസ്. പക്ഷേ നിങ്ങൾക്ക് യു ക്യാൻ കീപ് ഇറ്റ് ഓൺ യുവർ വാച്ച് ലിസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് എ ബൈ റെക്കമെൻഡേഷൻ ഓർ സെൽ റെക്കമെൻഡേഷൻ. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റ് ഒന്നുമില്ല. പക്ഷേ ഐ എം ജസ്റ്റ് ദിസ് ഈസ് മൈ വ്യൂ. മേ ബി യു ക്യാൻ തിങ്ക് അബൌട്ട് ദിസ് സ്റ്റോക്ക്. Thank you very much for viewing my channel.